So you have, okay. So you have grown up one more year, isn't it? You have jumped into the next class and you should be serious about that. Okay, and don't think that it is so simple to jump to the next class next year. 8th സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ വളരെ ഈസി ആണെന്ന് വിചാരിക്കേണ്ട. കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര ഈസി ആയിട്ടൊന്നും അടുത്ത ക്ലാസ്സിലേക്ക് കയറൂല, പ്രൊമോഷൻ കിട്ടൂല. സോ യു ഹാവ് ടു ബി സീരിയസ് അബൌട്ട് യുവർ ക്ലാസ് ആൻഡ് അബൌട്ട് യുവർ ഈച്ച് സബ്ജക്ട്. ഒരു ക്ലാസ്സും കൂടെ നിങ്ങൾ ജമ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുണ്ട് അല്ലെ? കഴിഞ്ഞ വർഷത്തെക്കാളും കുറേയും കൂടി പഠിക്കാനാണുള്ളത്. എല്ലാത്തിന്റെയും കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ വർഷം പഠിക്കാനുള്ളത് കേട്ടോ. You have to be serious and have to pay more attention in studies and all. And another thing, last year ഞങ്ങൾ നോട്ട്സിന്റെ കാര്യത്തിൽ കുറച്ചൊരു ഇളവ് ചെയ്തു എന്ന് പറഞ്ഞാല് അത്ര സ്ട്രിക്റ്റ് ആയിട്ടില്ല. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് വായിച്ചു തരാൻ പറയും, നിങ്ങൾ അയച്ചില്ല, പിന്നെ നമ്മൾ വീട്ടിലോട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സും എല്ലാം നമുക്ക് പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെയല്ല. Everybody should write the notes that teachers sent to you. Teachers are asking you. എല്ലാ നോട്ടുകളും, ഒരു സബ്ജക്റ്റിന്റെ എല്ലാ നോട്ടുകളും ടീച്ചേഴ്സ് ആവശ്യപ്പെടുന്നതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതണം. ഡെൽവിൻ മ്യൂട്ട് ചെയ്യുമോ? മോന് മ്യൂട്ട് ആവുന്നില്ലേ? ആയല്ലോ. സാരമില്ല, മോനെ ശബ്ദം ഉണ്ടാക്കാതിരുന്നാൽ മതി. അത് തന്നെ ആയിക്കോളും. നെറ്റിന്റെ പ്രോബ്ലം കൊണ്ട് അങ്ങനെ ആകുന്നത്. സാരമില്ല കേട്ടോ. ഓക്കെ. എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ നോട്ട്സുകളുടെ കാര്യത്തിൽ, കഴിഞ്ഞ വർഷം ഇതുവരെ നോട്ട് അയക്കാത്ത കൊച്ചു കള്ളന്മാരും കള്ളികളും എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. എവിടെ കാണട്ടെ മുഖമൊക്കെ? പേര് പറയണോ? അത് മറക്കൊന്നും വേണ്ട. ഓക്കെ, ഇനി ആ പരിപാടി നടക്കൂല. എനിക്ക് എന്റെ സബ്ജക്റ്റിന്റെ കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റാ, അറിയാവല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ ഞാനിങ്ങനെ ചില സമയത്ത് ക്ലാസ്സിൽ ഇങ്ങനെ ബോംബ് പൊട്ടുന്ന പോലെ എക്സ്പ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു അല്ലെ? നോട്ട്സ് അയച്ചു തരാത്തതിന്റെ പേരില്. തന്നിട്ടുള്ളവർ ഓക്കെയാണ്, കേട്ടിട്ട് ചുമ്മാ ഇരിക്കുമായിരുന്നു. തരാത്തവർക്കൊക്കെ ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു ചെറിയ ചമ്മലൊക്കെ തോന്നുന്നുണ്ട് അല്ലെ? ഇനി ആ പരിപാടി ഇല്ല. ഓരോ ലെസന്റെയും നോട്ടുകൾ നമുക്ക് ആകെ കിട്ടുന്നത് 2 periods ആണ് വീക്കിലി. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് അത്രേ ഉള്ളൂ. നമുക്കറിയാം കഴിഞ്ഞ വർഷം നിങ്ങൾ 6 പഠിക്കുമ്പോൾ തന്നെ നമുക്ക് 3, 4, 5 periods ഒക്കെ ലാസ്റ്റ് എത്തിയിട്ട് കിട്ടിയിട്ട് പോലും കൂടെ എങ്ങനെയൊക്കെ ഓടിച്ചിട്ട് നമ്മള് തീർക്കുമായിരുന്നു അല്ലെ? പക്ഷെ നമ്മുടെ ഈ വർഷം നമ്മുടെ സിലബസ് കുറച്ച് ചെറുതായിട്ടുണ്ട്. നമ്മുടെ സബ്ജക്ട് ടെക്സ്റ്റ് ബുക്ക് ചേഞ്ച് ചെയ്തപ്പോൾ കുറച്ച് സിമ്പിൾ ആയിട്ടുണ്ട്. പക്ഷെ വലിയ കാര്യമായിട്ടില്ല എങ്കിൽ പോലും ഇത് നമ്മൾ സ്പീഡിൽ ക്ലാസ് എടുക്കും. ലെസൺ കംപ്ലീറ്റ് ചെയ്ത് നോട്ട്സുകള് മിസ് അയച്ചു തരും. ഫസ്റ്റ് തിങ് വാട്ട് യു ഹാവ് ടു ഡു ഈസ്, ഓരോ സബ്ജക്റ്റിന്റെയും ടീച്ചേഴ്സ് നോട്ടുകൾ അയച്ചു തരുമ്പോൾ നിങ്ങൾ സ്റ്റാർ ചെയ്തിട്ടിരിക്കണം. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റാർ ചെയ്തിടാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ വരുന്ന ടീച്ചേഴ്സ് അയച്ചു തരുന്ന നോട്ട്സ്, ഇമ്പോർട്ടന്റ് മെസ്സേജുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റാർ ചെയ്തിടുക. ബാക്കി വരുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് അൺനെസസറി ആയിരിക്കാം, മീൻസ് അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ വായിച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ആഫ്റ്റർ വേഴ്സ് ക്ലിയർ ചാറ്റ് ചെയ്ത് കൊടുത്തുവിടുകയോ ഡിലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്ന മെസ്സേജുകൾ അങ്ങനെ ചെയ്തുകൊള്ളുക. പക്ഷെ നോട്ട്സുകൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് ഇയർ ഞാൻ 4th ക്ലാസ് ടീച്ചർ ആയിരുന്നു. എനിക്ക് എക്സാമിന്റെ തലേദിവസം, അതായത് എക്സാം സ്റ്റാർട്ട് ചെയ്തത് ഒരു ട്യൂസ്ഡേയോ മൺഡേയോ മറ്റാണ്, അതിന്റെ തലേദിവസം തോന്നുന്നു ഒരു കുട്ടി മെസ്സേജ് വിട്ടിരിക്കുന്നു. കുട്ടിയുടെ പേരന്റ് വിളിച്ചിരിക്കുന്നു, മിസ്സേ നോട്ട് ഒന്നും അവൻ എഴുതിയില്ല, എന്താ ചെയ്യേണ്ടത്, എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യും? കക്ഷി ഇടയ്ക്കൊന്ന് ഗൾഫിന് പോയി. ഇവിടുന്ന് പോയപ്പോൾ വലിയ കാര്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയിട്ടാണ് പോയത്. തിരിച്ചിങ്ങ് പോരുന്ന ആവേശത്തിൽ ആ ടെക്സ്റ്റ് ബുക്ക് ദുബായിൽ ഉപേക്ഷിച്ചിട്ട് പോരുകയും ചെയ്തു. മീൻസ് മറന്നുപോയി എടുക്കാൻ, അത്രേ ചൂടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ വന്നപ്പോൾ ടെക്സ്റ്റ് ബുക്സ് ഇല്ല, പക്ഷെ നോട്ടുകളൊന്നും എഴുതിയിട്ടില്ല, നോട്ടും ഇല്ല. പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അപ്പൊ എന്നോട് ചോദിച്ചു, മിസ് എന്താ ചെയ്യുന്നത്, എന്ത് ചെയ്യും എക്സാം? ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല. ഇനിയിപ്പോ 6 നോട്ടുകളൊക്കെ അയച്ചു തരും. ഫ്രം ബിഗിനിങ് ഫസ്റ്റ് ലെസൺ ഓൺവേഴ്സ് ഉള്ള നോട്ട്. എന്റെ സബ്ജക്ട് ഞാൻ കമ്പ്യൂട്ടർ ആയിരുന്നു. കമ്പ്യൂട്ടറിന്റെ നോട്ടുകൾ, എന്റെ സബ്ജക്റ്റുകളുടെ എല്ലാ നോട്ടുകൾ ഞാൻ സ്റ്റാർ ചെയ്തിട്ട് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ നോട്ടുകൾ മാത്രം ഞാൻ റീസെന്റ് നിങ്ങളുടെ പേഴ്സണൽ നമ്പറിലേക്ക് അയച്ചു തരാന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തു. ബാക്കി ഒരു സബ്ജക്റ്റിന്റെയും കിട്ടില്ല. ക്ലാസ് ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് വിട്ടു, ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ക്ലാസ്സിൽ വീണ്ടും ഫോർവേഡ് ചെയ്യാം. പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ സ്റ്റാർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോൺ ഹാങ് ആകും. കാരണം നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകൾ മാത്രമല്ല, നമ്മുടെ ഫോണിലുള്ള ഒരുപാട് ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സിന്റെ എല്ലാം ഗ്രൂപ്പുകളുണ്ട്. നമ്മള് പഠിക്കാൻ പുറകോട്ടൊക്കെ ആണെങ്കിലും അത്ര ഉത്സാഹം ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെ ആക്റ്റീവാണ് അല്ലെ? അതുകൊണ്ട്
നമ്മുടെ ഈ നാടുകളിലുള്ള മുഴുവൻ ഗ്രൂപ്പുകളിലും നമ്മൾ മെമ്പേഴ്സ് ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഒരുപാട് മെസ്സേജസ് വരും. അപ്പൊ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഫോൺ ഹാങ് ആകുമ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന പണി എന്താണ്? ക്ലിയർ ചാറ്റ്. അപ്പോൾ എല്ലാ മെസ്സേജും പോകും. അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യുക, ടീച്ചേഴ്സ് അയച്ചിരുന്ന നോട്ട്സുകള് ഫോണില് നിങ്ങൾ സ്റ്റാർ ചെയ്തിടുക. സ്റ്റാർ ചെയ്തിടാൻ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ പറഞ്ഞു തരാം. മെസ്സേജ് സ്റ്റാർ ചെയ്യാൻ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാമെങ്കിൽ പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ പിന്നെ നാളെ മുതൽ ടീച്ചർ എന്റെ 5ാമത്തെ ലെസന്റെ നോട്ട് ഒന്ന് അയച്ചു തരുമോ, മാത്സിന്റെ 2nd ലെസന്റെ നോട്ട് ഇല്ല, ഞാൻ എഴുതിയില്ല, ഫോണിലില്ല, ഡിലീറ്റ് ചെയ്ത് പോയി എന്നൊന്നും പറയില്ല. ഓക്കെ, ഒരാളുണ്ട്, ഞാൻ പറയാം, എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് പറയാം. നമ്മുടെ സപ്പോസ് നിങ്ങളിപ്പോ 6th സ്റ്റാൻഡേർഡ് അല്ല, നിങ്ങളിപ്പോ 7th ആയല്ലോ അല്ലെ? 7th. ഓക്കെ, ഞാനിപ്പോ ഒരു ക്ലാസ് അങ്ങ് എഴുതുന്നു. 7th തപ്പി കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലാസ് 7th കിട്ടി. 7 കിട്ടി. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് വിട്ടായിരുന്നു വൈകുന്നേരം. കണ്ടായിരുന്നോ രാത്രിയിലെ ഒരു മെസ്സേജ് ഇട്ടത് മക്കൾക്ക്? ഓക്കെ, ഇപ്പൊ സപ്പോസ് ഞാൻ ആ മെസ്സേജ് സേവ് ചെയ്ത് വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോ അയക്കുന്ന ഒരു നോട്ടാന്ന് വെച്ചോ, ഞാനിപ്പോ ആ മെസ്സേജ് എന്ത് ചെയ്യുന്നു, സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആദ്യം നമുക്കറിയാം നമ്മള് സെലക്ട് ചെയ്യണം. കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യുന്ന പോലെ സെലക്ട് ചെയ്യുന്നു. മീൻസ് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അത് ബ്ലൂ കളറിലായി അല്ലെ? അത് ഒരു ബ്ലൂ കളറിലായി. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്, ഡിലീറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. ആ ബ്ലൂ കളർ ആയതിനു ശേഷം എവിടെ ചോദിച്ചാൽ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നാല് ഓക്കെ, ഇവിടെ മേളില് 2-3 ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് മുകളിൽ അല്ലെ? ഷെയർ, ഡിലീറ്റ്, സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണുന്നില്ലേ? അതിൽ സ്റ്റാർ എന്നൊരു ഓപ്ഷൻ കണ്ടോ നിങ്ങള്? സ്റ്റാർ നിങ്ങളുടെ ഫോണിൽ നോക്കിയാൽ മതി അതില്. ഓക്കെ, ആ സ്റ്റാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്റെ മെസ്സേജിന്റെ അടിയില്, ഞാൻ ആ ചെയ്ത മെസ്സേജിന്റെ അടിയിൽ ഇവിടെ ഒരു സ്റ്റാർ വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. ആ സ്റ്റാറുണ്ട്. ഇനി ഞാൻ ബാക്കി ക്ലിയർ ചാറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി മെസ്സേജ് എല്ലാം പോയി. സ്റ്റാർ ചെയ്ത മെസ്സേജുകൾ പോവത്തില്ല. മനസ്സിലായോ? ബാക്കി എല്ലാവർക്കും അറിയാം. അറിയത്തില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. കുഴപ്പമില്ല. അപ്പൊ ടീച്ചേഴ്സ് അയച്ചിരുന്ന ഓരോ നോട്ട്സുകളും ഇനി നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയാൽ പോലും അതവിടെ കിടന്നു എന്ന് കരുതി വലിയ കുഴപ്പമില്ല. പക്ഷെ ഓവർലോഡ് ആണെങ്കിൽ അത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ റിമെമ്പർ ദാറ്റ് യു ഷുഡ് ബി written that note in your notebook. Then afterwards only you should delete it. ശേഷം പിന്നീട് മിസ്സെ ഞാൻ എഴുതാൻ വിട്ടുപോയി, ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു, അമ്മ ക്ലിയർ ചാറ്റ് കൊടുത്തു വിട്ടു. അമ്മയുടെ ഫോണായിരിക്കും മിക്കവാറും അറ്റൻഡ് ചെയ്യുന്നത്. അമ്മയുടെ ഫോൺ ക്ലിയർ ചാറ്റ് ചെയ്തു, അതുകൊണ്ട് പോയി എന്നൊന്നും പറയാൻ പാടില്ല. അണ്ടർസ്റ്റാൻഡ്? ഓരോ എക്സ്ക്യൂസും ഇനി 7ാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനത്തെ കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് അയച്ചിരുന്ന നോട്ട്സുകളെല്ലാം സ്റ്റാർ ചെയ്തിട്ട് നോട്ടിലേക്ക് പകർത്തി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അതങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒരുപാട് വരികയല്ല, കാരണം റിട്ടേൺ മെസ്സേജുകളായിരിക്കും വരുന്നത്, വീഡിയോസ് ഒന്നും അല്ലല്ലോ അധികം വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ നോട്ടിലേക്ക് പകർത്തിയതിനു ശേഷം. പിന്നെ ഒരു കാരണവശാലും ഈ കഴിഞ്ഞ വർഷത്തെ പോലെ അയ്യോ വേർ ഇസ് യുവർ നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് എന്റെ തൊണ്ട പൊട്ടിക്കാൻ ഇടവരുത്തിയേക്കല്ലേ മക്കളെ. കഴിഞ്ഞ വർഷം ഇതായിരുന്നു. ഓരോ ക്ലാസ് തുടങ്ങുമ്പോഴും ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് ആതിര വെരി ഷുവർ നോട്ട്, ജുവാന വെരി ഷുവർ നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇവിടെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുവായിരുന്നു അല്ലെ? ഇനി ആ പരിപാടി ഇല്ല. നിങ്ങളുടെ നോട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ഇന്നലെ ഇട്ടിരുന്നു, നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ക്ലാസിന്റെ ഗ്രൂപ്പിലേക്ക് ഈ നോട്ട്സുകൾ ഇടണ്ട. കാരണം ഭയങ്കര ബുദ്ധിമുട്ട് വരും. എല്ലാ സബ്ജക്റ്റും വരുമ്പോഴേക്കും പേരൻസിനും ബുദ്ധിമുട്ട് തന്നെയാണ്, ടീച്ചേഴ്സിനും ബുദ്ധിമുട്ട് തന്നെയാണ്. തപ്പി കണ്ടുപിടിക്കണം. ഒരു മാത്സിന്റെ നോട്ട് കഴിഞ്ഞിട്ട് 2 സയൻസിന്റെ കാണും, പിന്നെ ഒരു മലയാളത്തിന്റെ നോട്ട്. ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെയല്ലേ നിങ്ങൾ അയക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സെർച്ച് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നിങ്ങളുടെ കറക്ഷൻ ചെയ്തു എന്ന് വരില്ല. നമ്മളിവിടെ നോട്ട് ചെയ്ത് അയക്കാത്തവരുടെ നമുക്കെല്ലാം റെക്കോർഡിക്കലായിട്ട് വേണം. ഈ വർഷം CBSE അഫിലിയേഷൻ കിട്ടിയതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് ക്ലിയർ ആയിട്ട് നോട്ടിലേക്ക് നമ്മുടെ റെക്കോർഡിങ്ങിലേക്ക് പകർത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ പേര് വിട്ടുപോയെന്ന് വരാം. അതിന്റെ സാധ്യത എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മാത്സിന്റെ നോട്ട് ഒരാൾ അയച്ചു, ജസ്റ്റിസ് 2 മാത്സിന്റെ നോട്ട് ഇട്ടു. അതിനുശേഷം അതിന്റെ താഴെ വന്നിരിക്കുന്ന ഹലീമയുടെ നോട്ടാ. വരാൻ സാധ്യതയില്ല അല്ല ഹലീമ? നമ്മുടെ പഴയ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്. അപ്പം പക്ഷെ ഈ വർഷം അങ്ങനെയല്ല കേട്ടാ, ഒരു എക്സ്ക്യൂസും ഇല്ല. ഹലീമ ഉറപ്പാ ഞാൻ നിന്റെ വീട്ടിൽ വന്നിരിക്കും. ഞാൻ അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും സാർ ഇടയ്ക്ക് ആരെങ്കിലും വന്നിരിക്കും. നോട്ട് കഴിക്കാത്തവരെ ഹെവനൊക്കെ ആണെങ്കിൽ എന്തോ എത്ര എസ്കേപ്പ് ആയിരുന്നു അല്ലെ അശ്വിനെ കഴിഞ്ഞ വർഷം നോട്ടും ഇല്ല ടെസ്റ്റും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. മോനെ ഈ വർഷം ആ പരിപ്പി കലത്തിലൊന്നും വേവൂല കേട്ടാ. കേരള 7th ചിന്ത വേണം. എല്ലാവരോടും കൂടി പറയുന്നത് കേട്ടാ. ഷാനിഫിനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പം നോട്ടുകൾ കൃത്യമായിട്ട് ടീച്ചർ സമയം തരും. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ലെസൺ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സയൻസിന്റെ ഒക്കെ നമുക്കറിയാം, ലെസൺ തീർന്നതിന് ശേഷമാണ് നോട്ട് തന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഓവർലോഡ് ഒത്തിരി വർക്ക് തരുന്നില്ല. ഞാൻ ഹോംവർക്ക് ഒന്നും ഇതിനു മുന്നേ അങ്ങനെ തരുന്നില്ലായിരുന്നു. അപ്പം പിന്നെ
നോട്ടുകൾ തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സമയം തരും വിതിൻ 1 or 2 days. അപ്പൊ എത്ര ലെന്തി ആണ് നോട്ട്, മാക്സിമം റെഡ്യൂസ് ചെയ്ത് ചെറുതായിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ആ നോട്ടുകൾ പകർത്തി എഴുതിയതിനു ശേഷം 2 days അല്ലെങ്കിൽ 1 day എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ എഴുതി അയക്കുക. മനസ്സിലായോ? അത് പേഴ്സണൽ ആയിട്ട് തന്നെ അയക്കാം. മിസ്സിന്റെ വാട്സപ്പ് നമ്പർ ഇന്നലെ ഇട്ടു തന്നു, നിങ്ങൾക്ക് അറിയാം മിസ്സിന്റെ വാട്സപ്പ് നമ്പർ. ആ നമ്പറിലേക്ക് തന്നെ അയച്ചു തരണം, ക്ലാസിന്റെ ഗ്രൂപ്പിൽ ഇടണ്ട. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടിയുടെയും ഫസ്റ്റ് ലെസൺ മുതൽ ലാസ്റ്റ് ലെസൺ വരെയുള്ള നോട്ടുകൾ എന്റെ ഇതിനകത്ത് ഉണ്ടാകും, ഫോണിലുണ്ടാകും. ഞാൻ സ്റ്റാർ ചെയ്തിടും, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയത്തില്ല. ഓക്കെ, അപ്പം പിന്നെ ഏത് ലെസന്റെ ആണ് നിങ്ങൾക്ക് മിസ്സായതെന്ന് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതിനെക്കുറിച്ച് ചോദിക്കാനും പറ്റും. നിങ്ങളുടെ നോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഞങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങളുടെ നോട്ട് വന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് സാറിന് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ നോട്ട് വന്നില്ല എന്നുള്ളത് പിന്നെ അവിടെ മൈനസ് ഇട്ടിട്ട് സാറിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സാറ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ മൈനസ് മാർക്കാണ് ഇട്ട് വെക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടീച്ചേഴ്സിന്റെ ഓരോ സബ്ജക്റ്റിന്റെ അങ്ങനെയായിരിക്കും ടീച്ചേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ട് എനിക്കറിയില്ല. എനിവേ ഞാൻ എന്റെ സബ്ജക്റ്റിന്റെ കാര്യം പറയുകയാണ്. സയൻസിന്റേത് നിങ്ങൾ ക്ലാസ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട, ടീച്ചറിനെ പേഴ്സണലായിട്ട് തന്നെ ഇട്ട് തന്നേക്കാം. പിന്നെ മാക്സിമം നിങ്ങൾ ഒരേ നമ്പറിൽ നിന്ന് തന്നെ അയക്കാൻ നോക്കുക. ചിലപ്പം മമ്മിയുടെ ഫോണിൽ നിന്ന് അയക്കും, ചിലപ്പം പപ്പയുടെ ഫോണിൽ നിന്ന് അയക്കും. ആ 2 നമ്പറും അപ്പൊ സേവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് മമ്മിയുടെ ഫോണിൽ നിന്ന് സെക്കൻഡ് ലെസൺ അയച്ചു, പപ്പയുടെ ഫോണിൽ നിന്ന് തേർഡ് ലെസൺ അയച്ചു. അപ്പൊ ഞാൻ എന്താ വിചാരിക്കും, എപ്പോഴും നമ്മള് ഈ ഒരു ഫോണിൽ നോക്കുമ്പോ അയ്യോ അതിനകത്ത് തേർഡ് ലെസന്റെ നോട്ട് ഇല്ലല്ലോ, പിന്നെ വിളിക്കാൻ നിൽക്കും എന്റെ നോട്ട് വരാത്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ നോക്കുക, ഒരു ഫോൺ തന്നെ അയക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ അയക്കാം. ചില സമയത്ത് ചിലപ്പം മമ്മിയുടെ ഫോണിൽ നെറ്റ് തീർന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഫോൺ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് പപ്പയുടെ ഫോണിൽ നിന്ന് എടുത്ത് അയച്ചു, കുഴപ്പമില്ല. എങ്കിലും മാക്സിമം നിങ്ങൾ അങ്ങനെ തന്നെ അയക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ തന്നെ ജസ്റ്റ് റൈസ് ദ ഹാൻഡ്, എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, ഡൗട്ട് ചോദിക്കാം. അതർവൈസ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. പിന്നെ ഇനി ഇല്ല എങ്കിൽ വിളിക്കേണ്ട കേസുകളാണെന്നൊരിക്കൽ നമ്മുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടീച്ചറിനെ വിളിക്കണ്ട. അപ്പം ഇംഗ്ലീഷ് സയൻസ് എന്ന് വിചാരിക്കുക, സയൻസിന്റെ ക്ലാസ് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും നെറ്റ് പ്രോബ്ലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് ആ സമയത്ത് ആ ക്ലാസ് എടുക്കുന്ന ടീച്ചറിനെ അല്ല വിളിക്കേണ്ടത്. വിളിക്കുന്ന ടീച്ചർ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യില്ല. പകരം നമ്മുടെ ശ്രീകുട്ടി മിസ്സിന്റെ നമ്പർ തന്നിട്ടുണ്ട്, സുമാ മിസ്സിന്റെ നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറുകളിൽ വിളിച്ചിട്ട് പറയാം കേട്ടോ, ഈ ക്ലാസ് കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ. അത് ഏത് ടീച്ചർ ആണെങ്കിലും, സപ്പോസ് മാത്സിന്റെ ആണെങ്കിലും ക്ലാസ് കിട്ടുന്നില്ല, മാത്സ് ടീച്ചറിനെ ആ സമയത്ത് വിളിച്ചാൽ ടീച്ചർ ഫോൺ എടുക്കില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? ഓഫീസ് നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ച് പറയുക. എന്താണോ ഓക്കെ. പിന്നെ വേറൊരു കാര്യം, മിസ് 2 നമ്പർ തന്നിട്ടുണ്ട്. വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ബെറ്റർ തന്നെ മറ്റേ നമ്പറിൽ വിളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്ക് അവന്റെ വീടിന്റെ അവിടെ റേഞ്ച് കുറവായതുകൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, പ്രത്യേകിച്ച് നൈറ്റ് ഒക്കെ. അതുകൊണ്ട് ഞാൻ 2 നമ്പർ ഇന്നലെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ? വിളിക്കാനുള്ള ഒരു നമ്പർ വേറെ തന്നിട്ടുണ്ട് താഴെ. വാട്സപ്പ് നമ്പർ സാധാരണ എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്ന നോട്ട്സുകളൊക്കെ അയച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പറയുന്നതാണ്. പിന്നെ എന്നെ കൊണ്ട് ഇങ്ങനെ റിപ്പീറ്റേഷൻ ആയിട്ട് പറയിപ്പിക്കല്ലേ? ഓക്കെ അല്ലേ? എന്താ ജുവാനിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നേ? അല്ല മിസ്സേ, ബുദ്ധിമുട്ടൊന്നുമല്ല മിസ്സേ. അതല്ല മിസ്സേ, എനിക്ക് ചെറിയ തുമ്മലുണ്ട്, അപ്പൊ പെട്ടെന്ന് സ്നീസ് ചെയ്തിട്ട് അങ്ങനെ വന്നതാണോ എക്സ്പ്രഷൻ? ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞത് നിനക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നിയതായിട്ട്. ഓക്കെ, ശരി, സാരമില്ല. ഗെറ്റ് വെൽ സൂൺ. ഓക്കെ, നമ്മുടെ പുതിയ 2 സ്റ്റുഡൻസ്, 2 പേരെ ഉള്ള നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് വന്നവര്. അയ്യോ, ആ മോനെന്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഡെൽവിനും ആരാധന 2 പേരെ ഉള്ള നമ്മുടെ ക്ലാസ്സില്. 3 പേരുണ്ട്. ഒരാൾ ആരാണ്? എവിടെ പോയി? കണ്ടില്ലല്ലോ. ഇല്ല അല്ലേ, വന്നിട്ടില്ല, ഇപ്പൊ ക്ലാസ്സിൽ കയറിയിട്ടില്ല അല്ലേ? ഓക്കെ. എനിവേ, ഇന്നിപ്പം ക്ലാസ്സിൽ നിലവില് ക്ലാസ്സിൽ കയറിയിരിക്കുന്ന 2 ന്യൂ സ്റ്റുഡൻസ്, ആരാധ്യ ആൻഡ് ഡെൽവിൻ. ഐ വെൽക്കം യു, ബോത്ത് ഓഫ് യു. 2 പേരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്പെഷ്യലി നിങ്ങളൊക്കെ അന്ന് റീ ഓപ്പണിംഗ് ഡേയുടെ അന്ന് നമുക്ക് കഴിഞ്ഞതാണ്, എങ്കിൽ പോലും എന്റെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റേ പുതിയ കുട്ടി വരട്ടെ, ഞാനും കണ്ടില്ല. പായൽ ഓൾറെഡി നമ്മുടെ പുളിങ്ങോത്തുണ്ടായിരുന്ന സ്റ്റുഡന്റ് ആയിരുന്നു, ലാസ്റ്റ് ഇയർ ഡിസ്കണ്ടിന്യൂ ചെയ്തു പറ്റിയാണ് അല്ലെ, ഞാൻ കണ്ടില്ല. ഓക്കെ, അപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും ഹാപ്പി ആയില്ലേ? എല്ലാവരുടെ മുഖത്തൊന്നും വലിയ മാറ്റമൊന്നും കാണുന്നില്ല. 2-3 ആഴ്ച കിട്ടിയിട്ടും വീട്ടിൽ തന്നെ ഇരുന്നിട്ടും കൊറോണ കാരണം പോകാൻ പറ്റാതെ വീട്ടിൽ ഇരുന്നിട്ടും വലിയ ചേഞ്ച് ഒന്നും കാണുന്നില്ല. ആരും വലിയ വണ്ണമൊന്നും വെച്ചതായിട്ടൊന്നും മുഖമൊക്കെ കണ്ടിട്ട് സെയിം. മിസ്സിന് മാത്രം വണ്ണം വെച്ചു അല്ലേ?
നിങ്ങളെല്ലാം അതേപോലെ ഉണ്ട്. ആക്ച്വലി നിങ്ങളായിരുന്നു വണ്ണം വെച്ച് വളരേണ്ട പ്രായമല്ലേ നിങ്ങള്. ഞാൻ കഴിഞ്ഞ വർഷം ബിഗിനിങ്ങിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആരെല്ലാം ഓർക്കുന്നുണ്ടോ? 6th സ്റ്റാൻഡേർഡിന് ബിഗിനിങ്ങിൽ നിങ്ങളോടെല്ലാം നല്ല തടി വണ്ണം വെച്ച് വെയിറ്റ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എത്ര പേര് ഇമ്പ്രൂവ് ചെയ്തു? പ്രത്യേകിച്ച് ഹെവനോട് പറഞ്ഞു. ആ എവിടെ പോയി ഇന്ന് ഹെവന? വീഡിയോ ഓഫ് ആക്കി പോയോ? കാണുന്നില്ലല്ലോ. മിസ് പറഞ്ഞ ആ ഇവിടെയുണ്ട്. ഹെവനെ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായാ? 35 കിലോ മിസ്സേ. 35 കിലോയാ മിസ്സേ? ഇപ്പൊ നിങ്ങൾ 7th എത്തിയില്ലേ? ഇനി ദിസ് ഇയർ യു ഹാവ് ടു ഇൻക്രീസ് അറ്റ്ലീസ്റ്റ് 8 kg. ജുവാനക്ക് ബോധക്കാരുണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. ജുവാനക്ക് ഒരു എക്സ്ക്യൂസ് തരാം. ലാസ്റ്റ് ഇയർ തന്നെ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു, അത്രയും പറ്റില്ല എന്നും പറഞ്ഞു അല്ലേ? ഓക്കെ ശരി. ദിസ് ഇയർ അറ്റ്ലീസ്റ്റ് 5 kg. ഇപ്പൊ 8 kg നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു 5 kg എങ്കിലും ഇമ്പ്രൂവ് ചെയ്തിരിക്കണം കേട്ടാ. ഞാൻ ഓൾറെഡി 40ക്ക് മേലെയായി. ആണോ? ഞാൻ 5 kg ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു. അതാരാണ് പറഞ്ഞ 5 kg? ഞാൻ 40ന്റെ മുകളിലായി മിസ്സേ, അതുകൊണ്ടാണ്. ഓക്കെ ശരി. സാരമില്ല. മിസ് മാത്രം ഇങ്ങനെ ഡെയിലി വണ്ണം വെച്ചോണ്ടിരിക്കുകയാണ്. ആതിരിക്കറിയാം, ആതിര ഇന്നലെ വന്ന് കണ്ടതല്ലേ ആതിര? മിസ് കഴിഞ്ഞ വർഷത്തൊക്കെ എത്രത്തോളം വണ്ണം വെച്ചു. ശരി, നമുക്കിനി നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം നമുക്ക്. ജസ്റ്റ് എന്നാ ഇന്നിപ്പം ഫസ്റ്റ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഞാൻ അധികം എടുക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ലെസണ് എനിക്ക് ടെക്സ്റ്റ് ബുക്കും കിട്ടിയില്ല, ഒരു പ്രിന്റഡ് പേജ് മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ഷോർട്ട് ഉണ്ട്, അതായത് ടീച്ചേഴ്സിന്റെ കോപ്പി എത്തിയിട്ടില്ല. അപ്പം വന്നിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രിന്റഡ് ആണ് കിട്ടിയേക്കുന്നത്. എല്ലാവർക്കും ഡിഡ് എവരിബഡി ബൈ ടെക്സ്റ്റ് ബുക്ക് ഫ്രം ദി സ്കൂൾ? എവരിബഡി ഗെറ്റ്? അശ്വിൻ ഡിഡ് നോട്ട് ഗെറ്റ്. ബാക്കി വാട്ട് അബൌട്ട് ദ അതേഴ്സ്? മിസ് എനിക്കും കിട്ടിയില്ല. ആരാ? അഫ്രോസ്. ഓക്കെ, അഫ്രോസ് ദൂരെ ആയതുകൊണ്ട് അഫ്രോസും പിന്നെ ഓക്കെ സാർ PDF അയച്ചു തരും കേട്ടോ. സാർ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ മോനെ? സാർ അയച്ചു തന്നോളൂ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളവരൊക്കെ എല്ലാം കിട്ടിയല്ലോ അല്ലേ? ജസ്റ്റ് ജോയല പുസ്തകം വാങ്ങിച്ച മുത്തേ? പണ്ടത്തെ ഉറക്കം തൂങ്ങിത്തരൊക്കെ മാറ്റിക്കണം കേട്ടോ. നല്ല ആക്റ്റീവ് ആയിക്കോണം. എന്തോ? മാത്സിന്റെ PDF തന്നു. ഓക്കെ, മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലായിരുന്നോ? ഇതിലാകെ 12 പാടേ ഉള്ളൂ സാർ. കഴിഞ്ഞ പോലെ 17 പാടുണ്ടായിരുന്നു. പൊന്നു മോനെ, ഇത് 12 നമുക്ക് കരയണ്ട, നമുക്ക് തീർക്കണം എങ്ങനെയാലും. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഓൺലി 2 periods വീക്കിലി. നമുക്ക് വേഗം തീർക്കണം. പക്ഷെ ഇത് കുറച്ച് സിമ്പിൾ ആണ്. ഞാൻ നോക്കിയിട്ട് സെയിം ഉള്ളി കുറച്ച് അതിനകത്തുനിന്ന് ഇതുണ്ട്, പക്ഷെ കുറച്ച് മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനും പറഞ്ഞ പോലെ എനിക്ക് ഫസ്റ്റ് ലെസന്റെ ഇപ്പം പ്രിന്റ് ഔട്ട് കിട്ടിയത് മാത്രമേ ഉള്ളൂ എന്റെ കയ്യില്. ബാക്കി ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തതുണ്ട്. പക്ഷെ ഞാൻ നോക്കിയെടുത്തോളം ഇത് കുറച്ച് സിമ്പിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച അതേ സബ്ജക്ട് ആയതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ എന്താ പറയേണ്ടത്, നിങ്ങള് കുറച്ച് നോട്ട്സുകളൊക്കെ ഞാൻ മാക്സിമം ചെറുതാക്കി തരാം, അപ്പം പഠിച്ചാൽ മതി നിങ്ങള്. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 2 periods ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് തീർക്കാനില്ല. നോട്ട്സുകൾ വാട്സപ്പിൽ അയച്ചു തരുന്നത് തന്നെയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. എനിവേ പിന്നെ ഓരോ ഇങ്ങനെ പറഞ്ഞിരുന്നതല്ലേ കാണിച്ചെല്ലാം തരുന്നതേ? കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ ചെയ്യണ്ട. അല്ലല്ല, നമ്മളുടെ കാണിച്ചു തരും. ഓക്കെ 18ാമത്തെ പാടൊക്കെ അപ്പുറത്തെ പേജിലായിരുന്നു. എന്തോ മനസ്സിലായില്ല മോനെ? ഇത് 18 പാടമുണ്ട്, 12 അല്ല. എന്നിട്ടുണ്ടോ? ഹൗ മെനി ലെസൺസ് ആർ ദേർ ടോട്ടലി? പക്ഷെ ഇതിന്റെ ആദ്യത്തെ പേജിൽ 12 പാടുണ്ടായിരുന്നു. ജസ്റ്റസ് അല്ലേ പറഞ്ഞ only 12 lessons are there എന്ന്. ഇപ്പൊ 18 ആയി അല്ലേ? ലാസ്റ്റ് ഇയർ 7th സ്റ്റാൻഡേർഡില് 18 ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു 12 ലെസണും കൂടി തീരുമായിരിക്കും എന്ന് വിചാരിച്ചപ്പോഴാണ് എന്നെ വെറുതെ പറ്റിച്ചു അല്ലേ, ആശിപ്പിച്ചു. 1 മുതൽ 12 വരെ ഒരു പേജിലായിരുന്നു, അതിന്റെ അപ്പുറത്തെ പേജിൽ 13 മുതൽ 18 വരെ ആയിരുന്നു. ഓക്കെ നീ ആ ഫ്രണ്ട് പേജ് നോക്കിയിട്ട് പറഞ്ഞതാണ് അല്ലേ? ശരി, നമ്മുടെ ഫസ്റ്റ് ലെസൺ ഈസ് ഓൾ അബൌട്ട് അവര് ഫുഡ് ന്യൂട്രീഷൻസ്. വാട്ട് ഈസ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്താണ്?
പോഷകം, കറക്റ്റ്. പോഷകം. ഈ പോഷകം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ജോയിൽ അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? അതായത് നല്ല എനർജി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ കൈൻഡ്സ് ഓഫ് ഫുഡ്. Actually, morning, I think you might have not taken your lunch, I think, but have you finished your breakfast, everybody? Yes. ചിലർ ഇപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരുണ്ടെന്ന് തോന്നുന്നു. രാവിലെ എണീറ്റ് അല്ലേ? രാവിലെ എനിക്ക് 7:45 ക്ലാസ് ആയിരുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡിന്. അപ്പൊ ഞാൻ നോക്കുമ്പോ പാവം കുഞ്ഞുമക്കളല്ലേ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ. സോ ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ കുഞ്ഞുമക്കളെയൊക്കെ അന്നേരം എണീപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിട്ട് കണ്ണൊക്കെ തിരുമുന്നുണ്ട്. 7:45 അമ്മമാർ ഓടി ചെന്ന് പൊക്കി എടുത്തോണ്ട് വന്ന് ഇരുത്താ. ഡിഡ് നോട്ട് ബ്രഷ്, ഡിഡ് നോട്ട് ടേക്ക് ടീ, ഡിഡ് നോട്ട് ഗോ ടു ടോയ്ലറ്റ്, നത്തിങ്. പക്ഷെ പാവം അവർ ഇറങ്ങേണ്ട സമയമല്ലേ. പക്ഷെ 7:45 അവരുടെ ക്ലാസ് ടൈം ഇട്ടിരിക്കുന്നത്. കുഞ്ഞുമക്കൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പിന്നെ ഞാൻ 9:15 ക്ലാസ്സിന് കയറിയപ്പോ ചോദിച്ചു, ഡിഡ് യു ടേക്ക് എ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു. പറഞ്ഞു പിന്നെ 5th സ്റ്റാൻഡേർഡ് ആണ്. അപ്പം പറഞ്ഞു ചിലവർ പറഞ്ഞു ഓക്കെ മിസ് വി ഹാഡ്. സം സ്റ്റുഡൻസ് നോ മിസ് ഓൺലി ടീ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി അവരുടെ ലഞ്ചിന്റെ ടൈമിലായിരിക്കും അവർ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. 6th അങ്ങനെ ആരേലും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ഒരേ ടൈമിൽ എടുക്കുന്നവരാണ്. ഓക്കെ. 7 മണിക്ക് ക്ലാസ് ഉണ്ട്. 7 മണി ക്ലാസ് ഉണ്ട്. ഇതിന്റെ എല്ലാം കംപ്ലൈന്റ് പോകേണ്ടത് ഇങ്ങോട്ടല്ല, എല്ലാം ടു കൊറോണ. ഈ കംപ്ലൈന്റ് ടു കൊറോണ. സിൻസ് കൊറോണ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് കൊണ്ടാണ് നമുക്ക് 7 മണിക്കോ 6 മണിക്കോ ഒക്കെ ആക്കേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് കംപ്ലൈന്റ് ഒന്നും വേണ്ട. ഓക്കെ. നമുക്ക് വേഗം കൊറോണയിൽ ഓടിച്ചു വിട്ട് റെഗുലർ ക്ലാസ് തുടങ്ങിയ പിന്നെ ഓക്കെ നമുക്ക് സാധാരണ 9:30 അല്ലെങ്കിൽ 10 o'clock ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതുവരെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. സോ ഓൾ അബൌട്ട് ഫുഡ്. ഫുഡിനെ കുറിച്ചുള്ളതാണ്. ഇനി നമുക്കറിയാം നമ്മൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് വി ഈറ്റ്. If today you have eaten, ഞാൻ ഏതോ ക്ലാസ്സിൽ ഇപ്പം കഴിഞ്ഞ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ ഞാൻ ചോദിച്ചു വാട്ട് വാസ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ടു 6th സ്റ്റാൻഡേർഡ്. സം സെറ്റ് ദോശ, സം സെറ്റ് പൂരി, സം സെറ്റ് ഇഡ്ലി, like that way different kinds of food names came out. Anyway, I asked, do you repeat it in yesterday itself? Same food. Do you repeat it? Means those who have eaten dosa today, are you eating the same thing next few more days? No. You know that your mummies prepare different kinds of food. If it is today idli, tomorrow it may be dosa, or next day it may be putta, next day puri, next day chapati, like that way. Different kinds of food. But almost all food items having same content only. Means dosa, idli and all are having same rice, dal and all. Sendita. Adinte content ennu parayunnathu ellam same ആയിരിക്കും. പക്ഷെ ഡിഫറെന്റ് ബേസിൽ. ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്ന ഫുഡ് ആയിരിക്കും, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ഫുഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ഉണ്ടായിരിക്കും. സെയിം ടേസ്റ്റ് ആണ് എവറി ഡേ എങ്കിലും നമുക്ക് എന്താ പറയുന്നത് ഇറിറ്റേഷൻ വരാൻ തുടങ്ങും. എല്ലാ ദിവസവും അമ്മ ദോശ ഉണ്ടാക്കി തന്നെ ഈ പറയില്ല. 3 ദിവസം കഴിയുമ്പോഴത്തേക്കും പറയും അമ്മയുടെ ദോശ അമ്മ തന്നെ തിന്നു, എനിക്ക് വേണ്ടാന്ന് പറയും ഇല്ലേ. എനിക്കറിയാം. കൊച്ചു കള്ളന്മാരും കള്ളികളൊക്കെ അങ്ങനെയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് അല്ലെ. ഓക്കെ. എന്താ എന്റെ മമ്മി എവിടെ ഉണ്ടോ ചോദിച്ചു നോക്കട്ടെ. ഇല്ല. ഓക്കെ. എന്തായാലും നമ്മള് ഇപ്പൊ 2 ദിവസമൊക്കെ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി സെയിം ടൈപ്പ് ആയിരിക്കും. പക്ഷെ 3rd ഡേയിൽ അമ്മ വേറെ ഒരു ഫുഡ് ഉണ്ടാക്കും നമുക്ക് വേണ്ടിയിട്ട്. ഇത് സെയിം ടേസ്റ്റ് ആകുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും, അത്ര ഇൻട്രസ്റ്റിംഗ് തോന്നിയല്ല. ഇനി നമുക്കറിയാം നമ്മള് വീട്ടില് വെജിറ്റബിൾസ് കറീസ് ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. സോ മോസ്റ്റ് ഓഫ് നമ്മുടെയൊക്കെ വീടുകളിൽ എന്താണെന്ന് വെച്ചാൽ ലേഡീസ് ഫിംഗർ, റിച്ച് ഗാർഡ്, കുക്കുംബർ, പൊട്ടറ്റോ, ടൊമാറ്റോ ഒക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് എല്ലാ ദിവസവും ഒരേ ടൈപ്പ് ആക്കിയല്ല. എല്ലാ ദിവസവും സാമ്പാറാണ് നമുക്ക് ഇഷ്ടമില്ല അല്ല. എല്ലാ ദിവസവും പിന്നെ എന്താ പറയേണ്ടത് ചക്കക്കുരു കറിയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല. എല്ലാ ദിവസവും ചമ്മന്തിയാണ് നമുക്ക് ഇഷ്ടമില്ല. പക്ഷെ വെറൈറ്റി ഓരോ ദിവസവും ഡിഫറെന്റ് ആക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വിശപ്പ് കയറി നല്ല വിശപ്പൊക്കെ ആണെങ്കിൽ എന്താണേലും നമ്മൾ തിന്നോളും അല്ലേ. ഇത് നമുക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത് വേണ്ട ഇത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട്. ശരിക്കും നമുക്ക് നല്ലോണം വിശപ്പുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ എന്തുകൊണ്ടാണ് വൈ ഡു വി ഈറ്റ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫുഡ്? Because each food item is having
its own ingredients. Means each items at separate item. Each items have a separate vitamin portions or proteins like that way. എല്ലാത്തിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പം പാവയ്ക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനോ ഇല്ല വിറ്റമിനോ ഒന്നും ആയിരിക്കില്ല ചിലപ്പം പയറിലുള്ളതായിരിക്കില്ല എഗ്ഗിലുള്ളതായിരിക്കില്ല ഫിഷിലുള്ളത്. എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. കാൽസ്യത്തിന്റെ അളവ്, പ്രോട്ടീൻസിന്റെ അളവ്, വിറ്റമിൻസിന്റെ അളവ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ സിസ്റ്റർ സ്റ്റാൻഡേർഡിൽ ഒരു ചാർട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങള്? ഓർമ്മയുണ്ടോ നമ്മള് ഫുഡിന്റെ ഇത് പഠിച്ചപ്പോൾ എല്ലാത്തിലും ഡിഫറെന്റ് ആയിട്ടുള്ള എത്രത്തോളം അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. സോ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് ഡിഫറെന്റ് ഐറ്റംസ് നമുക്ക് വേണമെന്ന് നമ്മൾ പറയുന്നത്. ഡിഫറെന്റ് ഐറ്റംസ് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എല്ലാം നമുക്ക് ആവശ്യമാണ്. മീൻസ് നമുക്കറിയാം നമ്മൾ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി like eye, nose, internal organs, legs, spinal cord, like that എല്ലാത്തിന്റെ ഫങ്ഷനിങ്ങിന് ആവശ്യം. ചിലതിന് വിറ്റമിൻ സി ആയിരിക്കാം, ചിലതിന് വിറ്റമിൻ ഡി ആയിരിക്കാം, ചിലതിന് പ്രോട്ടീൻ ആയിരിക്കാം, ചിലതിന് കാൽസ്യം ആയിരിക്കാം, അല്ലെ? എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പം എല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കഴിച്ചിരിക്കണം. എന്തുകൊണ്ടാണ്? വൈ ഡു യു ഹാവ് അനീമിയ? അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണല്ലോ അനീമിയ. Anybody remember? വിളർച്ച. ഓക്കെ. ഈ വിളർച്ചയൊക്കെ ഉണ്ടാകുന്ന ചിലവർക്ക് പിന്നെ വിളർച്ചയൊക്കെ ഉണ്ടാകുന്ന വലിയ പെട്ടെന്ന് തലകറക്കോ അല്ലെങ്കിൽ കുറച്ച് സമയം വെയിൽ കൊള്ളുമ്പോഴത്തേനും തലകറങ്ങി വീഴുന്നു എന്തെല്ലാം ഇവിടെ അസംബ്ലിയുടെ ടൈമിൽ കണ്ടിട്ടുണ്ടല്ലോ വലിയ മഹാന്മാരൊക്കെ, ഈ സിസ്റ്റർ ചേട്ടന്മാരൊക്കെ. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്? നമുക്ക് അയണിന്റെ കുറവ്, വിറ്റമിന്റെ കുറവ്, പ്രോട്ടീനിന്റെ കുറവ്, അങ്ങനെ നമുക്ക് കുറെ കുറവുകൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി സമയം വെയിൽ കൊള്ളുമ്പോഴത്തേനും തലകറക്കം ഉണ്ടാകുന്നു, ബോധക്കേടുണ്ടാകുന്നു, ഇത്തിരി സമയം ഓടുമ്പോഴത്തേനും കാലിന് വേദന ഉണ്ടാകുന്നു. ഇല്ലാത്ത വിഷമങ്ങളൊന്നുമില്ല അല്ലെ? എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത്? നമ്മൾ ശരിയായിട്ടുള്ള ഫുഡ് കഴിക്കാത്തതുകൊണ്ട്. See, students, children like you nowadays are not liking to eat vegetables and all. Instead, they like to have a chicken every day or egg every day, isn't it? Meat every day and all. പക്ഷെ അതൊക്കെ കഴിക്കുന്ന ഒപ്പം തന്നെ നമുക്ക് എന്ത് വേണം? വി ഷുഡ് ഈറ്റ് പ്രോപ്പർലി വെജിറ്റബിൾസ് ഓൾസോ. ഓക്കെ. ഇനി നമ്മൾ ഈ ലെസണിൽ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം, അത് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് എവിടുന്ന് കിട്ടുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. So in class 6th, you learned that the food is essential for all living organisms. Why food is very essential or very important for all living things? Because it provides energy for us, isn't it? You children are growing age now. Since you are in growing age, you need correct amount of food for your growth. ഇപ്പൊ നിങ്ങള് കുഞ്ഞുങ്ങളെല്ലാം എന്തുകൊണ്ടാണ് പാല് കഴിക്കണം, മുട്ട കഴിക്കണം, ഫിഷ് കഴിക്കണം, വെജിറ്റബിൾസ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം എന്നൊക്കെ പറയുന്നത്? കാരണം നിങ്ങളിപ്പോൾ വളരുന്ന പ്രായമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ പാർട്സുകളും, ബോൺസ്, മസിൽസ്, ബ്രെയിൻ, എവറിത്തിങ് ഷുഡ് ഗ്രോ പ്രോപ്പർലി. ദെൻ ഓൺലി യു വിൽ ഗെറ്റ് സഫീഷ്യന്റ് ഇന്റലിജൻസ്. പിന്നെ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ട ഹെൽത്ത് ഒക്കെ കിട്ടുന്നതിന് എല്ലാം നിങ്ങൾ ശരിയായിട്ട് ഫുഡ് കഴിച്ചാലേ ഉള്ളൂ. ഇനി ടീച്ചറൊക്കെ പടർന്ന് പന്തലിച്ചു. ഇനിയിപ്പോ ടീച്ചറൊന്നും വളരാനില്ല. പക്ഷെ നമ്മുടെ എന്താ പറയണ്ട, ഇപ്പൊ നമ്മുടെ ടീച്ചറിനൊക്കെ ഇത്രയും പ്രായമായ ആൾക്കാർക്ക്, മീൻസ് ഏജ്ഡ് പീപ്പിളിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല് അവരുടെ ബോൺസുകളൊക്കെ ഇനിയിപ്പം പതിയെ ഡീക്കേഡ് ആകാൻ തുടങ്ങും. എന്ന് വെച്ചാല് വീക്ക് ആകാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ബോഡി ഇങ്ങനെ വെയിറ്റ് ആയിട്ട് കാര്യമില്ല, പക്ഷെ അതിന് സ്ട്രെങ്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ആ ഏജിൽ ഫുഡ് കഴിക്കണം അല്ലെ? അപ്പൊ ഇൻ ഓൾ ഏജ്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേകമായിട്ട് കാണുന്ന കുറച്ച് സമയം നടക്കുമ്പോഴേക്കും കാലിന് വേദന. വൈ ഡു ഗെറ്റ് ലെഗ് പെയിൻ, ബോൺസ് പെയിൻ? കുറച്ച് സമയം ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആണ്. അയ്യോ, മൈ ലെഗ് ഈസ് പെയിനിങ്. വൈ? Because you are not getting, your bones are not energetic. ഈ ബോൺസിന് എനർജറ്റിക് ആകാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മീൻസ് കുറെ പേർക്ക് പല്ല് ഒന്ന് കാണിച്ച പല്ലൊക്കെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും എല്ലാവരുടെ മിസ് ഇപ്പൊ സംഭവം ഓക്കെ ആയിരിക്കും അല്ലെ? ജോലിലെന്തോ നടക്കട് പോലെ പല്ല് കഴിക്കും. എന്താ മുത്തേ, പല്ലില്ലേ? ആണട്ടെ. അശ്വിനെ വാ തുറക്ക്. ഇങ്ങനെ പൊത്തിപ്പിടിക്കാനല്ല പറഞ്ഞത്. ഐ വാണ്ട് സീ യുവർ ടീത്ത് ലൈക്ക് ദിസ് വേ. ഷാനിഫെ പല്ല് കാണിക്കാനാണോ പറഞ്ഞത്? നല്ല പല്ലാണോ നോക്കാനായിരുന്നു. ഓക്കെ. ചെറിയ മക്കൾ നമ്മൾ ഇപ്പൊ കാണുന്നത്, ഇപ്പൊ നിങ്ങളുടെയൊക്കെ സംവാദം ഓക്കെയാണ്, കുഴപ്പമില്ല.
ചെറിയ മക്കളുടെ നമ്മൾ എപ്പോഴും കാണുന്നത് മുഴുവൻ ഈ പുഴുപ്പല്ലായിട്ട് കാണുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുമക്കളുടെ എല്ലാം പല്ലങ്ങനെ വരുന്നത്? കാരണം അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള പല്ലിന്റെ വളർച്ചയ്ക്കായിട്ടുള്ള പ്രോട്ടീൻസ് വിറ്റമിൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയാകുന്നത്. പക്ഷെ അവരുടെ മിൽക്ക് ടീത്ത് ആണ്. ഈ മിൽക്ക് ടീത്ത് വിൽ ഫോൾ ഡൗൺ ആൻഡ് ദേ വിൽ ഗെറ്റ് ന്യൂ ടീത്ത്. സോ ആ ടീത്ത് ഷുഡ് ബി സ്ട്രോങ്. ഇപ്പൊ ചെറിയ മക്കളുടെ പല്ലുകളൊക്കെ, പക്ഷെ നമ്മുടെ ഈ ഇവിടെയൊക്കെയുള്ള അണപ്പല്ലുകളൊക്കെ ഇല്ലേ, ഇവിടെയുള്ള പല്ലുകളൊക്കെ, അതൊക്കെ പിന്നെ പറഞ്ഞു പോകുന്ന പല്ലുകളല്ല. അതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെറുപ്പത്തിലെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു 10-15 വയസ്സാകുമ്പോൾ ഇവിടുത്തെ പല്ലെല്ലാം പറിച്ചു കളയേണ്ടതായിട്ട് വരും. പിന്നെ പല്ലില്ലാത്ത അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ആയിട്ട് നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ടീത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അതിലൊക്കെ ഭേദം നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ഓക്കെ, സോ നമ്മള് പോയിന്റിലേക്ക് വരിക. എസെൻഷ്യൽ ഫുഡ് ഈസ് വെരി essential for our life, means for all living organisms, not only for human beings, for all other living things, maybe plants or animals or birds, whatever it may be, for them it is very essential. You also learn that the carbohydrates, proteins, fats, vitamins and minerals are components of food that you have studied in 6th standard. Do you remember the components of food? Proteins, fats, vitamins, carbohydrates and minerals are very components of food. These components of food are called nutrients. അതായത് എല്ലാം നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ, ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് ന്യൂട്രിയൻസ്, പോഷകം എന്ന് പറയുന്നത്. പോഷകാഹാരം എല്ലാം വേണം. വെജിറ്റബിൾസ് മാത്രം കഴിച്ചാൽ പോരാ. പിന്നെ നമ്മള് മിൽക്ക് കഴിക്കണം, എഗ് കഴിക്കണം, ഫിഷ്, മീറ്റ് എല്ലാം കഴിക്കണം. ഓക്കെ, and nutrients are necessary for our body. All living organisms require food. നമുക്കറിയാം എല്ലാ ലിവിംഗ് ഓർഗാനിസംസിനും ഫുഡ് വേണം. Plants can synthesize food for themselves, but animals including humans cannot. What is the meaning of synthesis? Synthesis means making food. Synthesis means what is photosynthesis? Do you know what is? Do you remember photosynthesis? The process of plants make food is called photosynthesis. Yes, very good. The plants make their food with the help of sunlight, carbon dioxide and water. Okay, this is known as photosynthesis. അപ്പൊ പ്ലാന്റ്സ് അവർക്ക് സ്വന്തമായിട്ടുള്ള ഫുഡ് ആക്കിക്കോളും. നമ്മൾ അതിനെ പിന്നെ എന്ത് ചെയ്യണ്ടേ? നിങ്ങളൊക്കെ ഹൗ മെനി ഓഫ് യു നോ, ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങളോട് പറയാറുണ്ടായിരുന്നല്ലോ കിച്ചണിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ. ആരൊക്കെ ടീ ഉണ്ടാക്കുന്നു, പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ടൊക്കെ പറഞ്ഞു. സത്യമാണോ അതൊക്കെ? അത് അമ്മയുടെ ഹെൽപ്പോട് കൂടി ഷാനിപ്പൊക്കെ കണ്ടായിരുന്നു ഞാന്. പിന്നെ എത്ര പേർക്ക് ഫുഡ് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം? അപ്പൊ ഒരു ദിവസം അമ്മയ്ക്ക് വയ്യായ്ക്ക് വന്നു, അമ്മ കിടപ്പിലായി. എത്ര പേര് സ്വന്തമായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കും? സ്റ്റാർട്ടായി പോയോ? എന്ത് പറ്റിയേ? നെറ്റ് പോയോ? ഓക്കെ, കേൾക്കുന്നുണ്ടോ? Can you hear me, my dears?